ഇടയ്ക്കാട്ട് കോക്കാട്ട് പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയിൽ 100 മേനി വിളവ്. കോട്ടയം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോസ് പൈക ജ്യോതി പബ്ലിക് സ്കൂൾ ഗ്രീൻ ആർമി കേഡറ്റുകളുടെ കൊയ്ത്തുപാട്ടുകളുടെ അകമ്പടിയോടെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. എലിക്കുളം മല്ലികശ്ശേരി 1/4 നൂറ്റാണ്ടിലേറെ കാലമായി തരിശുകിടന്ന 6 ഏക്കർ ഇടയക്കാട്ട് കോക്കാട്ട് പാടശേഖരത്തിൽ ഔഷധ ഗുണമുള്ളതും അത്യപൂർവവുമായ രക്തശാലീനം നെല്ലിന് 100 മേനി വിളവ്. മാത്യു കോക്കാട്ട്, തോമസ്, ജോജോ ഇടയ്ക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നൊഴുകുംതോട് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ഔഷധ നെല്ലിനം പാടത്തിലെത്തിച്ചത്. കോട്ടയം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോസ് പൈക ജ്യോതി പബ്ലിക് സ്കൂൾ ഗ്രീൻ ആർമി കേഡറ്റുകളുടെ കൊയ്ത്തുപാട്ടുകളുടെ അകമ്പടിയോടെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് എലിക്കുളം പഞ്ചായത്ത് ഒരുപക്ഷെ താരതമ്യേന നെൽകൃഷി നിന്നുപോയ ഒരു പഞ്ചായത്തിന് ഗണത്തിൽപ്പെട്ട പഞ്ചായത്താണ്. അതിൽ നിന്ന് തിരിച്ച് നമുക്ക് അവശേഷിക്കുന്ന നെൽകൃഷിക്ക് സാധ്യതയുള്ള ഭൂമികൾ നമ്മൾ കണ്ടെത്തി തിരിച്ചെടുത്ത് അതിനെ കൃഷി യോഗ്യയാക്കുക എന്നുള്ളത് വലിയൊരു ശ്രമകരമായ പണി തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. മറിച്ച് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും ത്രിതല പഞ്ചായത്തുകളും കൃഷി വകുപ്പും ആ പ്രദേശത്തെ നല്ലവരായ കർഷകരും പാടശേഖര സംഘം ഉൾപ്പെടെ ഉള്ളവർ സഹകരിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാനും വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷത വഹിച്ചു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് പ്രൊഫസർ MK രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണവും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ലെൻസി തോമസ് പദ്ധതി വിശദീകരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ, പഞ്ചായത്ത് അംഗം മാത്യൂസ് പെരുമനങ്ങാട്ട്, കൃഷി ഓഫീസർ K പ്രവീൺ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയി എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെറ്റി റോയി, പഞ്ചായത്ത് അംഗങ്ങളായ ആശ റോയി, സെൽവി വിൽസൺ, ദീപ ശ്രീജേഷ്, ജ്യോതി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ലിസറ്റ് കണിവേലിൽ, കാപ്പുകയം പാടശേഖരം സമിതി കൺവീനർ ജസ്റ്റിൻ മണ്ഡപത്തിൽ, KK വാസു, മനോജ് കരിമുണ്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. i4 ന്യൂസ് പാല.